ിലേക്ക് സ്വാഗതം. നമ്മൾ മിഷൻ ഫസ്റ്റ് റാങ്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ദിവസത്തെയും പോലെ തന്നെ 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, 10 മലയാളം ക്വസ്റ്റ്യൻസ്, 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ്, ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 10 ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ കീബോർഡ് ലേഔട്ട് യൂസ്ഡ് ത്രൂ ഔട്ട് ദ വേൾഡ് ഈസ്. അതായത് സ്റ്റാൻഡേർഡ് കീബോർഡ് ടൈപ്പ് ലേഔട്ടിലുള്ള ലോകത്തിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന ആ ഒരു കീബോർഡിൻ്റെ ലേഔട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്വർട്ടി കീബോർഡാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്വർട്ടി കീബോർഡാണ്. അതായത് ക്വർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ലേഔട്ടാണ് ക്വർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ എന്ന് പറയുമ്പോൾ ഇത് സാധാരണ ഉപയോഗിക്കുന്ന ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ചൂസ് ദ ഓഡ് വൺ ഔട്ട്. താഴെ തന്നിട്ടുള്ളതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഇവിടെ റെമിംഗ്ടൺ ആൻഡ് സൺസ്, IBM, ഗോദ്രേജ്, ഇതൊക്കെ എന്താണ്? ടൈപ്പ് റൈറ്റിംഗ് മാനുഫാക്ചറിങ് കമ്പനീസ് ആണ്. എന്നാൽ കാനൺ എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് മാനുഫാക്ചറിങ് കമ്പനി അല്ല. DIV സ്റ്റാൻഡ്സ് ഫോർ, DIV എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ്. ഒരു 4 ഫുൾ ഫോംസ് പറയുന്നുണ്ട്. APPL അപ്രൂവൽ, COMML കൊമേഴ്ഷ്യൽ, APPLN ആപ്ലിക്കേഷൻ, COMMN കമ്മീഷനാണ്. ആൽഫബറ്റ് G ഷുഡ് ടൈപ്പ് വിത്ത് ഡാഷ് ഫിംഗർ. ആൽഫബറ്റ് G ഏത് ഫിംഗർ കൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്? ആൽഫബറ്റ് G ഏത് ഫിംഗർ കൊണ്ടാണ് ടൈപ്പ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ്. ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ, ഇതൊരു കീബോർഡിൻ്റെ ലേഔട്ടാണ്. ഇതുപോലെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലേഔട്ട് കിട്ടും. അപ്പോൾ ഈ ലേഔട്ട് ഒന്ന് നോക്കി വെക്കുക. ഇതിലിപ്പോൾ സ്പേസ് ബാർ രണ്ട് തമ്പുകളിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്പേസ് ബാർ ലെഫ്റ്റ് തമ്പ് കൊണ്ട് ഉപയോഗിക്കാറില്ല, റൈറ്റ് തമ്പാണ് ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് തമ്പ് ഒഴിവായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 2 മെത്തേഡ്സ് ഓഫ് ടൈപ്പിംഗ് ഉണ്ട്. സൈറ്റ് മെത്തേഡും ടച്ച് മെത്തേഡും. ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ടച്ച് മെത്തേഡാണ്. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്. ടച്ച് മെത്തേഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് 9 ഫിംഗർ മെത്തേഡ്. 9 ഫിംഗർ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ അറിയാം, ഞാൻ പറഞ്ഞപ്പോൾ ലെഫ്റ്റ് തമ്പ് നമ്മൾ ഉപയോഗിക്കാറില്ല, റൈറ്റ് തമ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9 ഫിംഗർ മെത്തേഡിൽ വരാത്ത ഫിംഗർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് തമ്പാണ്. ഓക്കെ, the minimum number of keys in a standard typewriter is. The minimum number of keys in a standard typewriter is. Answer option C ആണ്, 44 ആണ്. The problem of printing both capital and small letters without increasing the number of keys was solved by. അതായത് നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു കീയിൻ്റെ എണ്ണം കൂട്ടാതെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, അത് ആൻസർ ഓപ്ഷൻ എ ആണ്, ഷിഫ്റ്റ് മെക്കാനിസം ആണ്. അതായത് ഷിഫ്റ്റ് മെക്കാനിസം ഉപയോഗിച്ച് നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അതുപോലെ തന്നെ സിമ്പിൾസ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഒരു ടൈപ്പ് ഹെഡിൽ 2 ലെറ്റേഴ്സാണ് വരുന്നത്, പക്ഷെ നമ്മൾ കീ പ്രസ് ചെയ്യുമ്പോൾ ഒറ്റ ഒരു ലെറ്റർ മാത്രമാണ് പതിയുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ റൗണ്ട് ഷേപ്പ് കൊണ്ടാണ് നമുക്ക് ഒറ്റ ഒരു ലെറ്റർ മാത്രം പതിയുന്നത്. ഓക്കെ, a key that when typed does not advance the typing position, thus allowing another character to be imprinted at the same location is. അതായത് നമ്മൾ കീ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ടൈപ്പിംഗ് പൊസിഷൻ അഡ്വാൻസ് ചെയ്യില്ല, പക്ഷെ അവിടെ മറ്റൊരു ക്യാരക്ടർ പ്രിന്റ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള കീസ് ഏതാണ്? കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെഡ് കീ ആണ്. ഡെഡ് കീ. അതായത് ഡെഡ് കീ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്, മലയാളം ടൈപ്പ് റൈറ്റർ കീബോർഡിൽ ചന്ദ്രകല ഒരു ഡെഡ് കീ ആണ്. അപ്പോൾ ഈ ഡെഡ് കീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചന്ദ്രകല പ്രസ് ചെയ്യുമ്പോൾ അവിടെ ടൈപ്പ് റൈറ്ററിന് അല്ലെങ്കിൽ ആ ഒരു ക്യാരേജിന് മൂവ്മെൻറ്റ് വരില്ല, പക്ഷെ അവിടെ ചന്ദ്രകല പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഡെഡ് കീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ ടൈപ്പ് ബാറിൻ്റെ ഹീലെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോർഷനാണ്. അത് ഈ പിന്നെ ഈ അതായത് നമ്മളിപ്പോൾ ഒരു കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് പുഷ് ബാക്ക് ചെയ്തിട്ട്, അതായത് ഈ ടൈപ്പ് ബാർ പുഷ് ബാക്ക് ചെയ്തിട്ട് അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഡെഡ് കീസിൻ്റെത് ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ഹീല് ബാക്കിലേക്ക് പുഷ് ചെയ്യില്ല. അങ്ങനെ നമുക്ക് അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവുകയും ഇല്ല.
അങ്ങനെ അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വൈൽ ടൈപ്പിംഗ് ഓൺ എ ടൈപ്പ് റൈറ്റർ ദ പൊസിഷൻ ഓഫ് ദ പേപ്പർ മൂവ്സ് ഫ്രം, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പേപ്പറിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, റൈറ്റ് ടു ലെഫ്റ്റ്. അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ക്യാരേജും പിന്നെ അതുപോലെ പേപ്പറും മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലേക്കാണ്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്, ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും പേപ്പറും പിന്നെ ക്യാരേജും മൂവ് ചെയ്യുന്നത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ്. ഓക്കെ, പേപ്പർ ബ്ലേഡ് അഗെയിൻസ്റ്റ് വിച്ച് പേപ്പർ ഈസ് പ്ലേസ്ഡ് ഇൻ എ ടൈപ്പ് റൈറ്റർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പേപ്പർ ഗൈഡാണ്. പേപ്പർ ഗൈഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് പേപ്പർ ഗൈഡിന് പറയുന്ന മറ്റൊരു പേരാണ് ലെഫ്റ്റ് മാർജിനൽ ഗൈഡ്. പിന്നെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് മാർജിന് എല്ലാ ഷീറ്റിലും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ്. Whenever the shift key is pressed, the impression of dash characters will be got. Whenever the shift key is pressed, the impression of dash characters will be got. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അപ്പർ കേസ് ക്യാരക്ടേഴ്സിൻ്റെ ഇംപ്രഷനാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലെഫ്റ്റനൻറ്റ്. LIEUTENANT എന്നുള്ളതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. സെലക്ട് ദ കറക്റ്റ് പാസീവ് ഫോം ഫ്രം ദ ഗിവൺ സെൻറ്റൻസ്. അതായത് ദ ടീച്ചേഴ്സ് ഹാഡ് ട്രെയിൻഡ് ഓൾ ദ സ്റ്റുഡൻസ്. ദ ടീച്ചേഴ്സ് ഹാഡ് ട്രെയിൻഡ് ഓൾ ദ സ്റ്റുഡൻസ്. ഓക്കെ, അതിൻ്റെ പാസീവ് ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. പാസീവ് ഫോം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ അതിൽ നമ്മൾ ആൻസറിൽ ബി അല്ലെങ്കിൽ BING അല്ലെങ്കിൽ ബീൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ് പാസീവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബീൻ വരുന്ന ഓപ്ഷൻസ് രണ്ടെണ്ണമാണുള്ളത്. ഓൾ ദ സ്റ്റുഡൻസ് ഹാസ് ബീൻ ട്രെയിൻഡ് ബൈ ടീച്ചേഴ്സും ഓൾ ദ സ്റ്റുഡൻസ് ഹാഡ് ബീൻ ട്രെയിൻഡ് ബൈ ദ ടീച്ചേഴ്സും. ഈ സെൻറ്റൻസിൽ എന്താ തന്നിട്ടുള്ളത്? ഹാഡ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാസ് വരില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓൾ ദ സ്റ്റുഡൻസ് ഹാഡ് ബീൻ ട്രെയിൻഡ് ബൈ ദ ടീച്ചേഴ്സ്. സെലക്ട് കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ഇൻഡയറക്റ്റ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. അനില സെഡ് ടു ക്രിസ്, ഐ ലോസ്റ്റ് മൈ പേഴ്സ് 2 days ago. ഓക്കെ, അപ്പോൾ അവിടെ ഐ എന്നുള്ളത് എന്തായിട്ട് മാറണം? ഹി ആയിട്ട് മാറണം. 2 days ago എന്നുള്ളത് എന്തായിട്ട് മാറണം? 2 days before എന്നായിട്ട് മാറണം. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യണം? ഓപ്ഷൻ എയും ഡിയും കട്ട് ചെയ്യും. അവിടെ ഡേയ്സ് എഗോ എന്നുള്ളതല്ല, ബിഫോർ ആയിട്ട് മാറണം. പിന്നെ ഐ എന്നുള്ളത് മാറിയിട്ടില്ല. ഇവിടെ ഓപ്ഷൻ ഡിയിൽ ഹി മാറിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ എഗോ എന്നുള്ളത് ബിഫോർ ആയിട്ട് മാറിയിട്ടില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഹി ലോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ടെൻസ് മാറ്റണം. അവിടെ ഹി ഹാഡ് ലോസ്റ്റ് എന്നാക്കിയിട്ട് മാറ്റണം. ആൻസർ ഓപ്ഷൻ സി ആണ്, അനിൽ ടോൾഡ് ക്രിസ്റ്റ് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് പേഴ്സ് 2 days before. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ ഗിവൺ of the verb given in the bracket. Do you know whether there is the minister dash yet? Do you know whether the minister dash yet? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ഹാസ് ബീൻ ആണ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഏതാണ്? ദർ ഈസ് എ സ്കൂൾ ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹിൽ. ആൻസർ കിട്ടുമെങ്കിലും ആൻസർ കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഈസ് ഇൻ ദർ. അവിടെ ഈസ് ഇൻ ഇറ്റ് വരാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കും, പക്ഷെ അവിടെ ആൻസർ തെറ്റാണ്. കറക്റ്റായിട്ടുള്ള ആൻസർ ഈസ് ഇൻ ദർ ആണ്. അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് തരുമ്പോൾ 1 എന്നുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ, സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ദർ വന്നിട്ടുണ്ടെങ്കിലും അതാത് സാധനങ്ങളാണ്. അതായത് 1 വന്നിട്ടുണ്ടെങ്കിൽ 1 കൊടുക്കണം, ദർ വന്നിട്ടുണ്ടെങ്കിൽ ദറാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഈസ് ഇൻ ദർ എന്നുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈസ് ഇൻ ഇറ്റ് കൊടുക്കാമായിരുന്നു. ഓക്കെ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. കറക്റ്റ് സെൻറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ലീവ്സ് ഇൻ അസം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൺ ഓഫ് കഴിഞ്ഞതിന് ശേഷം പ്ലൂറൽ വെർബും സിംഗുലാർ സബ്ജക്റ്റുമാണ് വരുന്നത്. കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡിയിലാണ്. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഓഫ് ദ സെൻറ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് an error. There is no error. Mark no error as your answer. There is the more
difficult problem I have solved. I have ever solved. There is the more difficult problem I have ever solved. അത്യാവശ്യം അറിയാവുന്നവർക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ഓപ്ഷൻ സി ആണ്, ദ മോർ ഡിഫിക്കൽട്ട്. ഇവിടെ മോർ എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ഡിഗ്രിയാണ്. കമ്പാരറ്റീവ് ഡിഗ്രീൻ്റെ കൂടെ നമുക്ക് ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ മോസ്റ്റ് എന്നാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ ഉപയോഗിക്കായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ദ മോർ ഡിഫിക്കൽട്ട് എന്ന് പറയില്ല, മോർ ഡിഫിക്കൽട്ട് എന്ന് മാത്രമേ പറയുള്ളൂ. അടുത്തത്, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് അപ്രോപ്രിയേറ്റ്ലി. ഇഫ് യു ഹാഡ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് യു ഡാഷ് ഗോൺ ഓൺ എ ടൂർ. ഇവിടെ എന്താ ഇഫ് ക്ലോസ് ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ ഹാർഡ് പ്ലസ് V3 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ എന്ത് വരണം, കുഡ് അല്ലെങ്കിൽ വുഡ് പ്ലസ് ഹാവ് വരണം. ആൻസർ ഓപ്ഷൻ ബി ആണ്, കുഡ് ഹാവ് ആണ് വരുന്നത്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഷീ ഈസ് നോട്ട് ഓൺലി എ ടീച്ചർ ഡാഷ് ആൻഡ് ആർട്ടിസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബട്ട് ഓൾസോ എന്നുള്ളതാണ് വരുന്നത്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ വേർ ക്യാപിറ്റൽസ് ആർ യൂസ്ഡ് അപ്രോപ്രിയേറ്റ്ലി ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്രോപ്രിയേറ്റ് ആയിട്ട് ക്യാപിറ്റലൈസേഷൻ കൊടുത്തിട്ടുള്ളത് സെൻറ്റൻസ് എന്താണ്, ഹി ഈസ് റീഡിങ് ദ ഇംഗ്ലീഷ് ബുക്ക് വിത്ത് വിൻഡ് ഇൻ ദ വില്ലോസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിന് നമുക്ക് എന്ത് കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. പിന്നെ ഒരു ബുക്കിൻ്റെ പേരാണെങ്കിൽ അതിൽ പ്രിപ്പോസിഷൻസും പിന്നെ പോലെ ആർട്ടിക്കിൾസും ഒഴികെ ബാക്കിയുള്ളതിന് എല്ലാത്തിനും ക്യാപിറ്റൽ കൊടുക്കണം. അങ്ങനെ വരുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഹി ഈസ് റീഡിങ് ദ ഇംഗ്ലീഷ് ബുക്ക് ദ വിൻഡ് ഇൻ ദ വില്ലോസ്. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഇവിടെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഹി എന്ന് പറയുന്നത് ഏത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണെങ്കിലും അത് ക്യാപിറ്റലിൽ കൊടുക്കണം. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജിൻ്റെ പേരാണ്, അത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം. പിന്നെ ദ വിൻഡ് ഇൻ ദ വില്ലോസ് എന്ന് പറയുമ്പോൾ അവിടെ ദ എന്നുള്ളത് തുടക്കത്തിലുള്ള വേർഡ് ആയതുകൊണ്ട് അത് ക്യാപിറ്റൽ ചെയ്യണം. അത് നമുക്കിവിടെ ആർട്ടിക്കിൾ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും അത് ഫസ്റ്റത്തെ വേർഡ് ക്യാപിറ്റൽ കൊടുക്കണം. പിന്നെ വിൻഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ കൊടുക്കണം. ഇന്ത എന്നുള്ളത് ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? വാചാലതയാണ് ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ രണ്ടിടത്തും കൂട്ടിച്ചേർക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഒന്നാണ്, അതുകൊണ്ടാണ്. കട്ടൻ ലച്ചോ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി തലയിണ മന്ത്രം എന്നാണ്. സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിൻ്റെ വിപരീതം. അപ്പോൾ ഇത് സഭയിൽ പറയാൻ പാടുള്ളത് എന്നുള്ളതിൻ്റെ പദം എന്ന് പറയുന്നത് സഭ്യമാണ്. സഭ്യത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിപരീതമാണ് അസഭ്യം. ചക്ഷുശ്രവണ ഗളസ്തമം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ. ഈ വരികളിൽ അടിവരയിട്ട പദത്തിന് സമാന പദം ചക്ഷുശ്രവണ എന്ന് പറയുമ്പോൾ അത് പാമ്പാണ്. ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല്. ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ചാണ എന്ന പദത്തിൻ്റെ പര്യായ പദം നികഷം. ചാണ എന്ന പദത്തിൻ്റെ പര്യായം നികഷം എന്നുള്ളതാണ്. ഓക്കെ, അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി ഭരതവാക്യം പാടുക എന്നുള്ളതാണ്. ഓക്കെ, ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുന്ന വിധം ഒരു അധികം അൾ അധികം ഉടെ. താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്ന അർത്ഥം വരുന്നത് അനിത്യം എന്നുള്ളതാണ് നശിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദം. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.